ഹായ് സ്റ്റുഡൻസ്, ഇൻ ദ ആക്ടിക് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്റ്റ്. എവ്രി ഹ്യൂമൻ ബീയിങ് ഡിസേർവ്സ് ടു ബി ഫ്രീ ആൻഡ് ടു ലിവ് വിത്ത് ഡിഗ്നിറ്റി. ഓരോ മനുഷ്യർക്കും ഫ്രീ ആയിട്ട് ജീവിക്കാനുള്ളൊരു അവകാശം, ഫ്രീ ആൻഡ് ഡിഗ്നിറ്റി ആയിട്ട് ജീവിക്കാനുള്ളൊരു അവകാശമുണ്ട്. ദീസ് ആർ യൂണിവേഴ്സൽ ഹ്യൂമൻ റൈറ്റ്, ബട്ട് ഇൻ ദ വേൾഡ് വി ലിവ് ഇൻ മില്യൺസ് ഓഫ് പീപ്പിൾ ആർ ഡിനൈഡ് ദിസ് ബേസിക് റൈറ്റ്. ഈ കാര്യങ്ങൾ ഫ്രീ ആയിട്ട് ജീവിക്കുക എന്നുള്ളത് യൂണിവേഴ്സലായിട്ടുള്ള ഹ്യൂമൻ റൈറ്റാണ്. പക്ഷേ വേൾഡ് വൈഡായിട്ട് ഒരുപാട് പേർക്ക് ഈ ഒരു റൈറ്റ് ഡിനൈ ചെയ്തിട്ടുണ്ട്. Władysław Spillman, a pianist and composer, was a Polish Jew. He was forced to live in a ghetto, a dismal place meant for Jews alone during the Second World War. സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ടൈമിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ച ഒരു പോളിഷ് ജ്യൂ ആണ് വ്ളാഡിസ്ലോ സ്പിൽമാൻ എന്ന് പറഞ്ഞ നമ്മുടെ ഈ ഒരു റൈറ്റർ. അദ്ദേഹം ഈ ഒരു വേൾഡ് വാറിൻ്റെ ടൈമിൽ ഒരു ഗീറ്റോ എന്ന് പറഞ്ഞാൽ ഈ ഒരു മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് വളരെ ഇടുങ്ങിയ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത പ്രത്യേകം അറേഞ്ച് ചെയ്ത പ്ലേസാണ്. അത്തരത്തിലുള്ളൊരു പ്ലേസിൽ ജീവിക്കേണ്ട ഒരവസ്ഥ അദ്ദേഹത്തിന് വന്നു. മോസ്റ്റ് ഓഫ് ദി ജ്യൂസ് were then sent to concentration camps where they were tortured and then to the gas chambers where they were killed mass. അതായത് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ടൈമിൽ ജ്യൂസിന് അനുഭവിക്കേണ്ടി വന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഓൾറെഡി. അവരെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ പാർപ്പിക്കുകയും പിന്നീട് ഗ്യാസ് ചാമ്പേഴ്സിലൊക്കെ ഇട്ട് മാസ്സായിട്ട് കില്ല് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ലെറ്റ് us read the story of Spillman's desperate struggle to stay alive during the war. അപ്പോൾ ഈ ഒരു വാർ ടൈമിൽ ഒരു ജ്യൂ എന്ന രീതിയിൽ അദ്ദേഹം ആ ഒരു കാര്യത്തെ അതിജീവിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഇൻ ദ ആറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? തട്ടിൻപുറം എന്നുള്ള രീതിയിലൊരു വീടിൻ്റെയൊക്കെ മോൾ ഭാഗത്ത് അധികം ആളുകൾ ശ്രദ്ധിക്കാത്തൊരു ഏരിയ. I slumped on the chair by the ladder door. It was some time before I stammered with difficulty, "Do what you like to me. I am not moving from here." I slumped എന്ന് പറഞ്ഞാൽ വളരെ ടയേർഡായിട്ട് ഇരിക്കുന്നതിനാണ്. ഓൺ ദ ചെയർ ബൈ ലേഡർ ഡോർ, ആ ഒരു കോണിയുടെ അടുത്തുള്ള ഡോറിൻ്റെ അടുത്തായിട്ട് ഇദ്ദേഹം ഇരിക്കുകയാണ്. ആൻഡ് സ്റ്റാമർ പറഞ്ഞാൽ ഇങ്ങനെ വിക്കി പറഞ്ഞു. വിത്ത് ഡിഫിക്കൽറ്റി, ഡു വാട്ട് യു ലൈക്ക് ടു മീ, ഐ ആം നോട്ട് മൂവിങ് ഫ്രം ഹിയർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളൂ, ഞാൻ ഇവിടുന്ന് മൂവ് ചെയ്യുന്നില്ല. ഐ ഹാവ് നോ ഇൻറ്റൻഷൻ ഓഫ് ഡൂയിങ് എനിത്തിങ് ടു യു, ദ ഓഫീസർ സെഡ്. അപ്പോൾ വേറൊരു ഓഫീസർ ഇയാളോട് പറയാണ്, നിങ്ങളെ ഒന്നും ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ദെൻ ഹി ആസ്ക്ഡ് മീ, വാട്ട് ഡു യു ഡു ഫോർ ലിവിങ്? ഐ ആം എ പിയാനിസ്റ്റ്. ഇയാൾ ജീവിക്കാൻ വേണ്ടി എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എന്താണ്, ഞാനൊരു പിയാനിസ്റ്റാണ് എന്ന് പറഞ്ഞു. He looked me at more closely, then his glance fell on the door to other room. An idea seemed to have struck him. കുറച്ച് നേരം ഈ ഒരു ഓഫീസർ ഇയാളെ നോക്കുകയാണ്. എന്നിട്ട് ഞാൻ തൊട്ടടുത്ത റൂമിൻ്റെ ഡോറിലേക്ക് നോക്കുകയാണ്. എന്തോ ഒരു ഐഡിയ കിട്ടിയതുപോലെ. കം വിത്ത് മീ വിൽ യു, എൻ്റെ കൂടെ വരുമെന്ന് ചോദിക്കുകയാണ്. വി വെൻറ്റ് ഇൻ ടു ദ നെക്സ്റ്റ് റൂം വെർ എ പിയാനോ സ്റ്റുഡ് ബൈ ദ വാൾ. ദ ഓഫീസർ പോയിൻറ്റഡ് ടു ദ ഇൻസ്ട്രുമെൻറ്റ്, പ്ലേ സംതിങ്. അപ്പോൾ തൊട്ടടുത്ത റൂമിലുള്ള ഒരു പിയാനോ കാണിച്ചുകൊണ്ട് എന്തെങ്കിലും പ്ലേ ചെയ്യാൻ പറയാണ്. I looked enquiringly at him and did not move. ഒരു എൻക്വയറി പോലെ എന്താ ഇപ്പോൾ ഇയാൾ ഉദ്ദേശിച്ചത് എന്നുള്ള രീതിയിൽ നോക്കുകയാണ്. He obviously sensed my fears since he had it reassuringly, "It's all right, you can play." അപ്പോൾ അയാളുടെ ഉള്ളിലുള്ള ഒരു പേടി മനസ്സിലാക്കിയതുകൊണ്ടാവാം ഓഫീസർ ഒന്നുകൂടെ അഷ്വർ ചെയ്ത് പറയുകയാണ്, "ഇറ്റ്സ് ഓൾ റൈറ്റ്, നീ പ്ലേ ചെയ്തോളൂ" എന്ന് പറയണം. "If anyone comes, you can hide in the ladder and I will say it was me trying to instrument out." ആരെങ്കിലും വന്നെന്താണ്, നീ ആ ഒരു കോണിൻ്റെ അവിടെ ഒളിച്ചോളൂ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞോളാം ഞാനാണ് ഇൻസ്ട്രുമെൻറ്റ് വായിക്കാൻ ശ്രമിച്ചതെന്ന്. When I placed my fingers on the keyboard, they shook. I hadn't practiced for 2.5 years. My fingers were stiff and covered with thick layer of dirt, and I had not cut my nails for some weeks. അപ്പോൾ ഏകദേശം 2.5 ഇയേഴ്സിന് ശേഷമാണ് ഇദ്ദേഹം ആ ഒരു പിയാനോയിൽ ടച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കീബോർഡിലേക്ക് കൈ വെച്ചപ്പോഴേക്കും കൈ വിറച്ചോ. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഫിംഗേഴ്സൊക്കെ വളരെ സ്റ്റിഫായിരുന്നു. നിറയെ മണ്ണും ചളിയൊക്കെ പതിഞ്ഞ് അത് ഡേർട്ടി ആയിരുന്നു. പിന്നെ നെയിൽസ് ഒരുപാട് വീക്സ് ആയിട്ട് നെയിൽസ് ഒന്നും കട്ട് ചെയ്തിരുന്നില്ല. ഐ പ്ലേഡ് ചോപ്പിൻസ് നൊക്ടേൺ ഇൻ സി ഷാർപ്പ് മൈനർ. ഒരു ട്യൂണ് പ്ലേ ചെയ്തു. വെൻ ഐ ഫിനിഷ്ഡ്, സൈലൻസ് സീംഡ് ഗ്ലൂമി ആൻഡ് എറി. ഐ ഹെഡ് എ ഷോട്ട് ഡൗൺ ബിലോ ഔട്ട്സൈഡ് ദ ബിൽഡിംഗ്, എ ഹാർഷ് ലൗഡ് ജർമൻ നോയ്സ്. അപ്പം എന്താണ്, അദ്ദേഹം ഈ ഒരു
പിയാനോ വായിച്ച് കഴിഞ്ഞപ്പോൾ എന്താണ് വീണ്ടും ഒരു സൈലൻസ്, ഒരു സ്ട്രേഞ്ച് എന്ന് പറഞ്ഞാൽ സ്ട്രേഞ്ച് ആയിട്ടുള്ള സൈലൻസ് അവിടെ പടർന്നു. പെട്ടെന്ന് ഒരു ഗൺ ഷോട്ടിൻ്റെ സൗണ്ട് കേൾക്കുകയാണ്. The officer looked at me in silence. After a while he sighed and muttered, "All the same, you shouldn't stay here. I will take you out of the city to the village. You will be safer there." അപ്പോൾ എന്താണ് ഓൾ സെയിം, ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. നീ ഒരിക്കലും ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല, നിന്നെ ഞാൻ വില്ലേജിലേക്ക് കൊണ്ടുപോകാം എന്നൊക്കെ ആ ഒരു ഓഫീസർ പറയാണ്. I shook my head. "I can't leave this place," I said firmly. എനിക്ക് ഈ ഒരു പ്ലേസ് വിട്ട് പോകാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറയാണ്. Only now did he seems to understand my real reason for hiding among the ruins. "You are a Jewish?" he asked. Yes, well, he murmured. "In that case, I see you really can't leave. Where are you hiding?" "In the attic." അപ്പോൾ ഇദ്ദേഹം എന്തുകൊണ്ടാണ് ഹൈഡ് ചെയ്യുന്നത് എന്നുള്ള ഈ ഒരു കാരണം ഈ ഓഫീസർ മനസ്സിലാക്കുകയാണ്. കാരണം അദ്ദേഹം ഒരു ജൂയിഷാണ്. ജൂയിഷായിട്ടുള്ള ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ജർമ്മൻ ആർമിയിലുള്ളവർ അവരെ വധിച്ചു കളയും. അതുകൊണ്ടാണ് ഇയാൾ ഹൈഡ് ചെയ്യുന്നത്. അപ്പോൾ താങ്കൾ എവിടെയാണ് ഹൈഡ് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. "ഇൻ ദ ആറ്റിക്." ഈ ഒരു ആറ്റിക്കിലാണ് ഹൈഡ് ചെയ്യുന്നത്. "ഹി ഇൻസ്പെക്റ്റഡ് ദ ആറ്റിക് ആൻഡ് ഡിസ്കവേർഡ് സംതിങ് ഐ ഹാഡ് നോട്ട് യെറ്റ് നോട്ടീസ്ഡ്." അങ്ങനെ ആ ഓഫീസർ ആ ഒരു ആറ്റിക് സെർച്ച് ചെയ്ത് അവിടെ നിന്നാണ് ഒരു ലോഫ്റ്റ് കണ്ടെത്താണ്. ലോഫ്റ്റ് മെയ്ഡ് ഓഫ് ബോർഡ്സ് ഡയറക്റ്റ്ലി എബവ് ദ എൻട്രൻസ് ടു ദ ആറ്റിക്. ലോഫ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയ റൂം പോലെ, ഒരു റൂഫിൻ്റെ അണ്ടറിലായിട്ട് വരുന്ന ഒരു ചെറിയ റൂം പോലെയാണ്. സ്റ്റോറേജ്, പല കാര്യങ്ങളും സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന റൂമാണ്. അവിടെ ഒരാൾക്ക് വേണമെങ്കിൽ ഹൈഡ് ചെയ്യുന്ന രീതിയിൽ താമസിക്കുകയൊക്കെ ചെയ്യാം, കഷ്ടിച്ച് താമസിക്കാം. The officer said he thought I should hide in this loft. He asked if I had anything to eat. അങ്ങനെ ഓഫീസർ പറയുകയാണ്, എന്താണ് ഈ ഒരു ലോഫ്റ്റിൽ നിനക്ക് ഹൈഡ് ചെയ്യാം, നിൻ്റെ കയ്യിൽ എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് ചോദിക്കുകയാണ്. "No," I said. "Well, never mind," he added hastily. "I will bring you some food. Only now did I venture a question of my own. Are you a German?" അപ്പോൾ അദ്ദേഹം കുറച്ച് ഫുഡൊക്കെ കൊണ്ടുവന്ന് കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്യാണ്. അതിനുശേഷം കുറച്ച് ധൈര്യം സംഭരിച്ച് ഇയാൾ ഓദർ ചോദിക്കുകയാണ്, "Are you a German?" He almost shouted his answer in agitation as if my question had been an insult. ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു ഇൻസൾട്ട് എന്ന പോലെ അദ്ദേഹം ഒരു ഷൗട്ട് ചെയ്ത് പറയുകയാണ്, "Yes, I am, and ashamed of it after everything that had been happening." Abruptly he shook hand with me and left. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, "ഞാൻ ഒരു ജർമ്മനാണ്, ആ ഒരു ജർമ്മനാണ് എന്നുള്ളത് കൊണ്ട് ആൾ അഷെയിംഡാണ്, ഇത്രയും കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു എന്നുള്ളത് കൊണ്ട്." അങ്ങനെ ആൾ ലെഫ്റ്റ് അവിടുന്ന് പോവുകയാണ്. 3 days passed before he reappeared. It was evening and pitch dark when I heard a whisper under my loft, "Hello, are you there?" അങ്ങനെ 3 ദിവസത്തിന് ശേഷം ആ ഒരു ഓഫീസർ വീണ്ടും വരികയാണ്. "Yes, I am here." ഞാൻ ഇവിടെ ഉണ്ട് എന്ന് ഇദ്ദേഹം റിപ്ലൈ ചെയ്തു. Soon afterwards some heavy ലാൻഡഡ് ബിസൈഡ് മീ. അതിനുശേഷം എന്തോ ഹെവി ആയിട്ട് തൻ്റെ അടുത്ത് അയാൾ ഇട്ട് കൊടുക്കുകയാണ്. Through the paper I felt several loaves and something soft, which later turned out to be jam wrapped in grease-proof paper. അപ്പോൾ കുറച്ച് ബ്രെഡിൻ്റെ ലോബ്സും അതുപോലെ തന്നെ ജാമുമാണ് ഇദ്ദേഹം കൊടുത്തത്, ഫുഡ് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. I quickly put the package to one side and called, "Wait a moment." ആ ഒരു പാക്കേജ് എടുത്ത് വെച്ചിട്ട് ഇയാളോടൊന്ന് വെയിറ്റ് ചെയ്യാൻ പറയാണ്. The voice in the dark sounded impatient. "What is it? Hurry up. The guard saw me come in here and I mustn't stay long. Just hang on a few more weeks. The war will be over by spring at the latest." അപ്പോൾ എന്തിനാണ് എന്നോട് നിൽക്കാൻ പറഞ്ഞത്? ഞാൻ മുകളിലേക്ക് വന്നത് ഗാർഡ്സ് കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കിവിടെ കൂടുതൽ നേരം നിൽക്കാൻ കഴിയില്ല. നീ കുറച്ച് വീക്സും കൂടെ ഇവിടെ പിടിച്ച് നിൽക്ക്, അപ്പോഴേക്കും വാറ് കഴിയുമെന്ന് പറയാണ്. The voice fell silent. I did not know if the officer was still there or if he had gone. But suddenly he spoke again. "You must hang on. Do you hear?" കുറച്ച് നേരം സൈലൻസ് വന്നപ്പോൾ ഈ ഓഫീസർ പോയോ എന്ന് അദ്ദേഹത്തിന് കൺഫ്യൂസ്ഡായി. പക്ഷേ കുറച്ച് കഴിഞ്ഞ് അദ്ദേഹം പറയണം, "യു ഷുഡ് ഹാങ് ഓൺ. നീ ഇങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ച് നിൽക്കണം, ഒരു പ്രതീക്ഷയോടുകൂടി ഇവിടെ നിൽക്കണമെന്ന് പറയാണ്. His voice sounded harsh, almost as if he were giving an order, convincing me of his underlying belief that the war would end well for us. അപ്പോൾ ഇദ്ദേഹം എന്താണ് പറയുന്നത്, ഇദ്ദേഹത്തിൻ്റെ വോയിസ് ഒരു ഹാർഷായിട്ട് ഒരു ഓർഡർ തരുന്ന പോലെയൊക്കെ ഫീൽ ചെയ്തു. പക്ഷേ എങ്കിലും അതെന്താണ്, ഒരു കൺവിൻസ് ചെയ്യുന്ന രീതിയിലായിരുന്നു. ഈ ഒരു വാറ് എല്ലാം അവസാനിക്കും എന്നുള്ള രീതിയിൽ. Only then did I hear the quiet sound of the attic door closing. പിന്നെ ആ ഒരു ആറ്റിക് ഡോർ ക്ലോസ് ചെയ്യുന്നതിൻ്റെ സൗണ്ട് കേൾക്കണം, അതായത് ഇദ്ദേഹം ഇവിടുന്ന് പോയി എന്നുള്ള അർത്ഥത്തിൽ.
മൊണോട്ടണസ് ഹോപ്പ്ലെസ് വീക്സ് പാസ്റ്റ്. അങ്ങനെ ഒരുപോലെയുള്ള പ്രതീക്ഷകളൊന്നും ഇല്ലാത്ത കുറേ വീക്സ് പാസ് ചെയ്യാണ്. ഐ ഹെഡ് ലെസ് ആൻഡ് ലെസ് ആർട്ടിലറി ഫയേഴ്സ്. അദ്ദേഹം എന്താണ് കുറച്ച് ആർട്ടിലറി എന്ന് പറഞ്ഞാൽ ഗൺസാണ്, ലാർജ് ഗൺസ്, ഈ ഒരു വെടിയേച്ചകൾ കേൾക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഐ ഹെഡ് ലെസ് ആൻഡ് ലെസ് ആർട്ടിലറി ഫയർ. There were days when a single shot broke the silence. Soldiers went up and down the stairs, often bringing large packages up to the attic and fetching others down. അപ്പോൾ ആ ഒരു ആറ്റിക്കിൽ നിന്ന് അദ്ദേഹം കേൾക്കുന്ന കാര്യങ്ങളാണ്. സോൾജിയേഴ്സിൻ്റെ ആ ഒരു കാലൊച്ചകൾ കേൾക്കുന്നുണ്ട്. ഇവർ ആ ഒരു ലാഡർ കയറി എന്തൊക്കെയോ പാക്കേജസ് അവിടെ കൊണ്ടുവന്ന് വെക്കുന്നതും തിരിച്ച് എന്തൊക്കെയോ ബോക്സസ് എടുത്ത് പോകുന്നതൊക്കെ ഇതിൻ്റെ സൗണ്ട് ഇദ്ദേഹം കേൾക്കുന്നുണ്ട്. But my hiding place was well chosen. No one ever thought of searching the loft. ആ ഒരു ഹൈഡിങ് പ്ലേസ് എന്ന് പറഞ്ഞാൽ വെൽ ചൂസൺ ആണ്, ആരും അവിടെ സെർച്ച് ചെയ്യാറില്ല. On December 12, the officer came for the last time. He brought me a larger supply of bread than before and a warm eider down. അപ്പോൾ December 12 ഈ ഓഫീസർ വീണ്ടും വന്ന് കുറച്ചുകൂടെ ഫുഡും അതുപോലെ തന്നെ ഒരു eider down എന്ന് പറഞ്ഞാൽ ഒരു തിക്കായിട്ടുള്ള ബ്ലാങ്കറ്റ് പോലുള്ള കാര്യം അതും കൊടുത്തു. ഹി ടോൾഡ് മീ ഹി വാസ് ലീവിങ് വാർസോ വിത്ത് ഹിസ് ഡിറ്റാച്ച്മെൻറ്റ്. ഐ മസ്റ്റ് ഓൺ നോ അക്കൗണ്ട് ലൂസ് ഹാർട്ട്. അപ്പോൾ അദ്ദേഹം ആ ഒരു പ്ലേസ് വിടാണ് തൻ്റെ ഡിറ്റാച്ച്മെൻറ്റിൻ്റെ കൂടെ. ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സോൾജിയേഴ്സിൻ്റെ ആ ഒരു ഗ്രൂപ്പാണ്. വേറെ സ്ഥലങ്ങളിലേക്ക് യുദ്ധത്തിനൊക്കെ വേണ്ടിയിട്ട് അവർ പോവുമായിരിക്കും. ബട്ട് ഹൗ വിൽ ഐ സർവൈവ് ദ സ്ട്രീറ്റ് ഫൈറ്റിംഗ്, ഐ ആസ്ക്ഡ് ആൻഷ്യസ്ലി. പക്ഷെ ഞാൻ എങ്ങനെയാണ് ഈ ഒരു സ്ട്രീറ്റ് ഫൈറ്റിങ്ങിനെ സർവൈവ് ചെയ്യുക എന്ന് ആൻഷ്യസ് ആയിട്ട് ഇദ്ദേഹം ചോദിക്കുകയാണ്. ഇഫ് യു ആൻഡ് ഐ ഹാവ് സർവൈവ് ദിസ് ഇൻഫേർണോ ഫോർ ഓവർ 5 years, ഇറ്റ് ഇസ് ഒബ്വിയസ്ലി ഗോഡ്സ് വിൽ ഫോർ അസ് ടു ലിവ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി എന്തായിരുന്നു, ഈ ഒരു ഇൻഫെർണോ എന്ന് പറഞ്ഞാൽ ലൈക്ക് ഇപ്പോൾ പ്ലേസാണ്, ഒരു ഹെല്ലിഷ് ആയിട്ടുള്ള ഈ ഒരു നരകം പോലുള്ള പ്രദേശത്ത് ഈ ഒരു 5 വർഷം നമ്മൾ സർവൈവ് ചെയ്തു എങ്കിൽ ഇനിയും സർവൈവ് ചെയ്യാം എന്നുള്ള രീതിയിലൊരു പ്രതീക്ഷ കൊടുക്കുകയാണ് ആൾക്ക്. വി ഹാഡ് ആൾറെഡി സെറ്റ് ഗുഡ് ബൈ ആൻഡ് ഹീ വാസ് അബൌട്ട് ടു ഗോ വെൻ an idea came to me at the last moment. I had long been racking my brains for some way of showing him my gratitude. അപ്പോൾ ഇദ്ദേഹം പോവാനിറങ്ങിയ സമയത്താണ് ഒരു ഐഡിയ തോന്നിയത്. കുറേ കാലമായിട്ട് അല്ലെങ്കിൽ കുറേ ദിവസങ്ങളായിട്ട് എങ്ങനെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കണം, നന്ദി അറിയിക്കണം എന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു. ലിസൺ, ഐ ടുക്ക് ഹിസ് ഹാൻഡ് ആൻഡ് ബിഗാൻ സ്പീക്കിംഗ് അർജൻറ്റ്ലി. I never told you my name. You didn't ask me, but I want you to remember who knows what may happen. എന്നാണ് ഞാൻ ഇതുവരെ എൻ്റെ പേര് പറഞ്ഞു തന്നിട്ടില്ല, നിങ്ങൾ ചോദിച്ചിട്ടും ഇല്ല, പക്ഷെ നിങ്ങളത് അറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇനി ഭാവിയിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. You have a long way to go home. If I survive, I will certainly be working for പോളിഷ് റേഡിയോ again. അപ്പോൾ ഞാൻ സർവൈവ് ചെയ്യുകയാണെങ്കിൽ എന്താണ് വീണ്ടും പോളിഷ് റേഡിയോയിലായിരിക്കും വർക്ക് ചെയ്യുക, അവിടെ പിയാനിസ്റ്റ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുക. I was there before the war. വാറിന് മുമ്പ് ഞാൻ അവിടെ ആയിരുന്നു. If anything happens to you, if I can help you, then in any way remember my name, Spilsman, Polish Radio. അപ്പോൾ ഇനി എന്തെങ്കിലും താങ്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും ഇത് താങ്കളെ സഹായിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ എന്താണ് എൻ്റെ പേര് ഓർത്ത് വെക്കുക എന്ന് പറഞ്ഞിട്ട് സ്പിൽസ്മാൻ പോളിഷ് റേഡിയോ എന്ന് തൻ്റെ പേര് പറഞ്ഞു കൊടുക്കുകയാണ്. His smile is unusual smile, half shy and embarrassed, but I felt I had given him pleasure with my naive wish to help him. അപ്പോൾ ആളെന്താണ് ഒരു ഹാഫ് ഷൈ ആയിട്ടൊരു ചെറിയ സ്മൈലും തന്നിട്ട് അവിടുന്ന് പോയി. പക്ഷേ ഇദ്ദേഹത്തിനൊരു കൈൻഡ് ഓഫ് പ്ലഷർ തോന്നുകയാണ്, താനൊരു ഹെൽപ്പ്, ആൾക്ക് ഒരു ഹെൽപ്പ് വിഷ് ചെയ്തു, എന്തെങ്കിലും സഹായം തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്യുമെന്ന് പ്രോമിസ് ചെയ്തു എന്നുള്ളൊരു ആശ്വാസം ഫീൽ ചെയ്യാണ്. The first hard frost came in the middle of the December. Christmas came and then the New Year 1945, the 6th Christmas and New Year celebration of the war and the worst I had known. അപ്പോൾ ഈ ടൈം കടന്നു പോയ കാര്യമാണ്. ഡിസംബർ കടന്നുപോയി, ന്യൂ ഇയർ വന്നു, 6th ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആണ് ഈ ഒരു വാർ തുടങ്ങിയതിന് ശേഷം. I lay in the dark listening to the stormy wind. I heard squeaking and rustling of rats and mice running back and forth in the attic. അപ്പോൾ ഈ ആറ്റിക്കിൽ നിന്ന് അദ്ദേഹം ലിസൺ ചെയ്യുന്ന കാര്യങ്ങൾ, വിൻഡ്, അതുപോലെ തന്നെ ആറ്റിക്കിലൂടെ ഓടി നടക്കുന്ന റാറ്റ്സ്, മൈസ്, ഇതിൻ്റെയൊക്കെ സൗണ്ടുകൾ ഇദ്ദേഹം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. In my mind I went over every Christmas before and during the war. At first I had a home, parents and 2 sisters and a brother. അപ്പോൾ ഈ ഒരു മൈൻഡിൽ ഇതിന് മുമ്പുണ്ടായിരുന്ന ക്രിസ്മസിനെ കുറിച്ചൊക്കെ അദ്ദേഹം
ചിന്തിക്കുകയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഫാമിലിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഹി ഹാഡ് എ ഹോം, പാരൻസ് ആൻഡ് 2 സിസ്റ്റേഴ്സ് ആൻഡ് എ ബ്രദർ. ദെൻ വി ഹാഡ് നോ ഹോം ഓഫ് അവർ ഓൺ എനി മോർ ബട്ട് വി വർ ടുഗെദർ. പിന്നീട് എന്താണ്, സ്വന്തമായിട്ട് വീടില്ലായിരുന്നു, പക്ഷേ എങ്കിലും എല്ലാവരും ഒരുമിച്ചായിരുന്നു. ലേറ്റർ ഐ വാസ് എലോൺ ബട്ട് സറൗണ്ടഡ് ബൈ അതർ പീപ്പിൾ. പിന്നീട് എന്താണ്, ഞാൻ ഒറ്റയ്ക്കായി, പക്ഷേ ചുറ്റും മറ്റുള്ള കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് നൗ ഐ വാസ് ലോൺലിയർ ഐ സപ്പോസ് ദാൻ എനിവൺ എൽസ് ഇൻ ദ വേൾഡ്. പക്ഷേ ഇപ്പം എന്താണ്, ഞാൻ ഒന്നുകൂടെ ഒറ്റയ്ക്കാണ്, അതായത് ചുറ്റും ആരുമില്ല, ഈ ലോകത്തുള്ള മറ്റ് ആളുകളെക്കാളും ഒറ്റയ്ക്കാണ് ഞാൻ എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഐ ഹാഡ് ടു ബി അലോൺ, എൻറ്റയർലി അലോൺ ഇഫ് ഐ വാണ്ടഡ് ടു ലിവ്. അപ്പോൾ എനിക്ക് ജീവിക്കണമെങ്കിൽ, എൻ്റെ ലൈഫ് നിലനിർത്തണമെങ്കിൽ ഇതുപോലെ ഒറ്റയ്ക്ക് ഇരിക്കുക തന്നെ വേണം എന്ന് അദ്ദേഹം റിയലൈസ് ചെയ്യാണ്. On 14th January, unusual noises in the building and the street outside woke me. Soldiers ran up and down the stairs and I heard agitated, nervous voices. അപ്പോൾ 14 ജനുവരിയിൽ കുറച്ച് അൺയൂഷ്വൽ ആയിട്ടുള്ള സൗണ്ട്സ് കേട്ട് ഇദ്ദേഹം എണീക്കുകയാണ്. സോൾജിയേഴ്സ് മുകളിലേക്കും താഴേക്കും അജിറ്റേറ്റഡ് ആയിട്ട് കയറുന്നുണ്ട്, അവരുടെ നെർവസ് ആയിട്ടുള്ള വോയിസൊക്കെ കേൾക്കുന്നുണ്ട്. ഏർലി ഇൻ ദ മോർണിംഗ് ഓഫ് 15th January, the sound of artillery from the previously silent ഫ്രണ്ട് വാസ് ഹേർഡ്. അപ്പോൾ അതാണ് മുമ്പേ സൈലൻ്റ് ആയിരുന്ന ഒരു വാർ ഫ്രണ്ടിൽ നിന്ന് വീണ്ടും വലിയ ഗൺസിൻ്റെ ഒക്കെ സൗണ്ട് കേൾക്കാൻ തുടങ്ങുകയാണ്. ദ ഗ്രൗണ്ട് ആൻഡ് ദ വാൾസ് ഓഫ് ദ ബിൽഡിംഗ് ഷുക്ക് അണ്ടർ ദ കോൺസ്റ്റൻറ്റ് ഡൾ തണ്ടറിൻ്റെ ആ ഒരു സൗണ്ടിൽ എന്താണ്, ഈ ഒരു വാളും ആ ഒരു ബിൽഡിങ്ങും ഒക്കെ ഷേക്ക് ചെയ്യാൻ തുടങ്ങി. 3 hours later the heavy artillery fire died down again but I was as nervous as ever. ഏകദേശം 3 മണിക്കൂറിന് ശേഷം ആ ഒരു ഗൺ ഷോട്ടിൻ്റെ സൗണ്ടൊക്കെ നിൽക്കുകയാണ്, പക്ഷേ ആളെന്താണ്, ഒരുപാട് നെർവസ് ആണ്. ഐ ഡിഡ് നോട്ട് സ്ലീപ്പ് അറ്റ് ഓൾ ദാറ്റ് നൈറ്റ്. ദ സ്ട്രീറ്റ് ഫൈറ്റിംഗ് വുഡ് ബിഗിൻ അറ്റ് എനി മൊമെൻറ്റ് ആൻഡ് ഐ കുഡ് ബി കിൽഡ്. അപ്പം എന്താണ്, ആ ഒരു രാത്രി അദ്ദേഹം ഉറങ്ങിയില്ല, കാരണം ഈ ഒരു ഫൈറ്റ് എപ്പോൾ വേണമെങ്കിലും തുടങ്ങാം, അദ്ദേഹം എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെടാമെന്നുള്ളതുകൊണ്ട് ആളെന്താണ്, സ്ലീപ്ലെസ് ആയിരുന്നു. The night passed peacefully. Around 1 o'clock I heard the remaining Germans leaving the building. Silence fell. ഏകദേശം 1 o'clock ആയപ്പോൾ നൈറ്റിൽ അദ്ദേഹം എന്താണ്, ആ ഒരു ബിൽഡിങ്ങിലായിരുന്ന ബാക്കി ജർമ്മൻസ് സോൾജിയേഴ്സ് അവിടെ നിന്ന് പോകുന്നതായിട്ട് അദ്ദേഹത്തിന് ഫീൽ ചെയ്തു. ആൻഡ് ഐ കുഡ് നോട്ട് ഈവൻ ഹിയർ ദ സ്റ്റെപ്സ് ഓഫ് ഗാർഡ് ഔട്ട്സൈഡ് ദ ബിൽഡിംഗ്. ആ ഒരു ബിൽഡിങ്ങിൻ്റെ പുറത്ത് ഗാർഡ്സിൻ്റെ കാലൊച്ച പോലും കേൾക്കാതെയായി. നോട്ട് അണ്ടിൽ ദ ഏർലി അവേഴ്സ് ഓഫ് ദ നെക്സ്റ്റ് ഡേ വാസ് ദ സൈലൻസ് ബ്രോക്ക് ബൈ ലൗഡ് ആൻഡ് റെസണന്റ് നോയ്സ്, ദ ലാസ്റ്റ് സൗണ്ട് ഐ ഹാഡ് എക്സ്പെക്റ്റഡ്. അതിനുശേഷം എന്താണ്, പിറ്റേ ദിവസം നെക്സ്റ്റ് ഡേ ആയപ്പോൾ എന്താണ്, ഒരു സൗണ്ട് കേൾക്കുകയാണ്, റെസനൻറ്റ് നോയ്സ്. റെസനൻറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും ലാർജായിട്ടുള്ള ലൗഡായിട്ടുള്ളൊരു നോയ്സ് കേൾക്കുകയാണ്. റേഡിയോ ലൗഡ് സ്പീക്കേഴ്സ് സെറ്റ് അപ്പ് സംവർ നിയർ were broadcasting announcement in Polish of the defeat of the Germany and the liberation of Warsaw. ഇതെന്തായിരുന്നു, ഒരു റേഡിയോ അനൗൺസ്മെൻറ്റ് പോലെയായിരുന്നു. ആ ഒരു ജർമ്മൻ ആർമി ഡിഫീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ വാർസോ അല്ലെങ്കിൽ പോളിഷ് ലിബറേറ്റഡ് ആയിട്ടുണ്ട്, അവർക്ക് ഫ്രീഡം ലഭിച്ചു എന്നുള്ള രീതിയിലുള്ള അനൗൺസ്മെൻറ്റാണ് കേട്ടത്. ദ ജർമൻസ് ഹാഡ് വിത്ഡ്രോൺ വിത്തൗട്ട് എ ഫൈറ്റ്. ആസ് സൂൺ ആസ് ഇറ്റ് ബിഗാൻ ടു ഗെറ്റ് ലൈറ്റ് ഐ പ്രിപ്പയർഡ് ഫ്യൂറിഷ്ലി ഫോർ മൈ ഫസ്റ്റ് വെഞ്ചർ ഔട്ട്. അങ്ങനെ ജർമ്മൻ ആർമി ഫൈറ്റൊന്നും ഇല്ലാതെ അവിടുന്ന് വിത്ഡ്രോ ചെയ്തു. ഇത് കേട്ട ഉടനെ അദ്ദേഹം എന്താണ്, തൻ്റെ ഫസ്റ്റ് വെഞ്ചർ ഔട്ട്, അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ആദ്യ ശ്രമം നടത്തുകയാണ്. My officer had left me a German military overcoat to keep me from freezing. ആ ഒരു ഓഫീസർ പോകുന്നതിന് മുമ്പ് എന്താണ്, ഒരു ജർമ്മൻ മിലിറ്ററി കോട്ട് കൊടുത്തിരുന്നു, ഒരു തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ. I had already put it on when I suddenly heard the rhythmic footstep of guards out in the road again. Had the Soviet and Polish troops withdrawn then? ആ കോട്ടൊക്കെ ഇട്ട് പുറത്തിറങ്ങാൻ നിന്നപ്പോൾ വീണ്ടും ഫുഡ് സ്റ്റെപ്സ് കേൾക്കുകയാണ്. അപ്പോൾ ഇവർ പോയില്ലേ എന്ന് സംശയത്തോടുകൂടി ചിന്തിക്കുകയാണ്. ഐ സാങ്ക് ഓൺ മൈ മാട്രസ് അട്ടർലി ഡിജക്റ്റഡ് ആൻഡ് ലേ ദ അണ്ടിൽ സംതിങ് ന്യൂ കെയിം ടു മൈ ഇയേഴ്സ്. അപ്പോൾ ഈ ഒരു സൗണ്ട് വീണ്ടും കേട്ടപ്പോൾ എന്താണ്, കുറച്ചുകൂടി നിരാശയായിട്ട് അദ്ദേഹം വീണ്ടും ആ ബെഡിൽ കിടക്കുകയാണ്. അണ്ടിൽ സംതിങ് ന്യൂ കെയിം ടു മൈ ഇയേഴ്സ്, ഒരു പുതിയ വോയിസ് കേൾക്കുന്നത് വരെ. ദ വോയിസ് ഓഫ് വുമൻ ആൻഡ് ചിൽഡ്രൻ അറ്റ് ഓൾ കോസ്റ്റ് ഐ ഹാഡ് ടു ഗെറ്റ് ഇൻഫർമേഷൻ. അതെന്തായിരുന്നു, കുട്ടികളുടെയും സ്ത്രീകളുടെയും സൗണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും എനിക്ക് ഇൻഫർമേഷൻ കിട്ടണം, അതിന് ഞാൻ ഇവിടുന്ന് പുറത്ത് കിടക്കണമെന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. I ran downstairs, put my head out of the front door and looked out. It was grey, misty morning. To my left, not far away, stood a woman soldier in a uniform that was difficult to identify at this distance. പുറത്തുണ്ടായിരുന്നു, ആ ഒരു മോർണിംഗിൻ്റെ കാഴ്ചകളാണ്. അതുപോലെ തന്നെ അവിടെ ഒരു വിമൻ ഓഫീസർ, ഒരു സോൾജിയർ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ ദൂരത്ത് നിന്ന് അവരുടെ യൂണിഫോം അല്ലെങ്കിൽ ഏത് കൺട്രിയുടെ ആർമിയാണ് അവരെന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. A woman with a bundle on her back was approaching from my right. When she came closer, I ventured to speak to her.
ഹലോ എക്സ്ക്യൂസ് മീ, ഐ കാൾഡ് ഇൻ മ്യൂട്ടഡ് വോയിസ് ബെക്കണിങ് ഹർ ഓവർ. പെട്ടെന്ന് ഒരു വുമൻ ഇവരുടെ ക്ലോസ് ആയിട്ട് വരികയാണ്, അവരോട് സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. ഷി സ്റ്റേർഡ് അറ്റ് മീ, ഡ്രോപ്ഡ് ഹർ ബണ്ടിൽ ആൻഡ് ടുക്ക് ഹർ ഹീൽസ് വിത്ത് എ ഷ്രീക്ക് ഓഫ് എ ജർമൻ. Immediately, the guard turned, saw me, aimed and fired her machine pistol. അപ്പം എന്താണ് ഈ ഒരു വിമൻ വന്നിട്ട് ഇയാളെ നോക്കിയിട്ട് ജർമ്മൻ ആണോ എന്ന് ചോദിക്കുകയാണ്. ഈ ഒരു സൗണ്ട് കേട്ടതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന ഒരു ഫീമെയിൽ സോൾജിയർ ഇയാൾക്ക് നേരെ ഫയർ ചെയ്യാണ്. ദ ബുള്ളറ്റ്സ് ഹിറ്റ് ദ വാൾ ആൻഡ് വിതൗട്ട് തിങ്കിങ് ഐ റഷ്ഡ് അപ്പ് ദ സ്റ്റെയേഴ്സ് ആൻഡ് ടുക്ക് റെഫ്യൂജ് ഇൻ ദ ഹാറ്റിക്. അപ്പോൾ പെട്ടെന്ന് എന്താണ് ആൾ ഓടി തിരിച്ച് ആറ്റിക്കിൽ തന്നെ സുരക്ഷ ഉറപ്പുവരുത്തി അവിടെ തന്നെ നിൽക്കുകയാണ്. Looking out of my little window a few minutes later, I saw the whole building was surrounded. കുറച്ച് കഴിഞ്ഞ് പുറത്തേക്ക് നോക്കിയപ്പോൾ ഇയാൾക്ക് എന്താ മനസ്സിലായത്, ആ ബിൽഡിംഗ് മൊത്തമായിട്ട് സോൾജിയേഴ്സ് സറൗണ്ട് ചെയ്തിട്ടുണ്ട് ഇയാൾക്ക് വേണ്ടിയിട്ട്. I heard soldiers calling to each other and then the sound of shots and exploding hand grenades. ഇപ്പോൾ ഗ്രനൈഡ്സിൻ്റെ സൗണ്ടും അതുപോലെ തന്നെ വെടി വെക്കുന്ന ആ ഒരു ബിൽഡിങ്ങിന് നേരെ അവർ ഷൂട്ട് ചെയ്യുന്ന സൗണ്ടൊക്കെ ഇയാൾ കേൾക്കണം. This time my situation was absurd. I was going to be shot by Polish soldiers in liberated Warsaw on the very verge of freedom. അപ്പോൾ ഈ ഒരു ഫ്രീഡം കിട്ടിയ സമയത്ത് പോളിഷ് സോൾജിയേഴ്സ് തന്നെ വെടിവെച്ച് കൊല്ലുമെന്ന് അദ്ദേഹം ഭയക്കാണ്. തൻ്റെ സോൾജിയേഴ്സ് തന്നെ, നാടിൻ്റെ സോൾജിയേഴ്സ് തന്നെ ആളറിയാതെ തന്നെ കൊല്ലാൻ പോവുകയാണ് എന്നുള്ളൊരു ഭയം അയാളുടെ ഉള്ളിൽ വന്നു. Feverishly, I began to wonder how I could make them realize that I was Polish before they dispatched me to the next world as German in hiding. അപ്പോൾ എങ്ങനെയാണ് തനിക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റുക, ഞാനൊരു പോളിഷാണ്, ജർമ്മൻ അല്ല എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കിക്കാൻ പറ്റുക എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. I began coming down the stairs shouting as loud as I could, "Don't shoot, I'm Polish." അപ്പോൾ "Don't shoot, ഞാനൊരു പോളിഷുകാരനാണ്" എന്ന് പറഞ്ഞ അദ്ദേഹം ആ ഒരു സ്റ്റെയറിൻ്റെ താഴേക്ക് പോവാണ്. Very soon I had a swift footstep climbing the stairs. The figure of a young officer in polished uniform with eagle on his cap came into view. He pointed a pistol at me and shouted, "Hands up." പെട്ടെന്ന് എന്താണ് ഒരു യങ് ആയിട്ടുള്ള ഓഫീസർ ആ ഒരു സ്റ്റെയർ കയറി ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് തോക്ക് ചൂണ്ടി ഹാൻഡ്സ് അപ്പ് എന്ന് പറയാണ്. I repeated my cry of "Don't shoot, I'm Polish." The lieutenant went red in fury. Then why God's name don't you come down? അപ്പോൾ പോളിഷാണ് എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു സോൾജിയറിന് ദേഷ്യം വന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, പിന്നെ എന്തിനാണ് നീ മുകളിൽ ഒളിച്ചത്, താഴേക്ക് വന്നുകൂടെ എന്ന് ചോദിക്കുകയാണ്. He wrote, "And what are you doing in the German court?" അത് കണ്ട് ചോദിക്കുകയാണ്, നീ ജർമ്മൻ കോട്ടിൽ എന്താ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ആ ഒരു ഓഫീസർ നൽകിയ ജർമ്മൻ കോട്ടാണ് ധരിക്കുന്നത്. തണുപ്പിൽ നിന്ന് സംരക്ഷണം നല്ല രീതിയിൽ ധരിച്ചതാണ്. പക്ഷെ ആ കോട്ടുകൂടെ കണ്ടപ്പോഴാണ് ഇവർ അദ്ദേഹത്തെ ഒരു ജർമ്മനായിട്ട് തെറ്റിദ്ധരിച്ചത്. Only when the soldiers had taken a closer look at me and reviewed the situation, they really believe I wasn't a German. Then they decided to take me. അങ്ങനെ ഈ ആളെ ഒന്നുകൂടെ അടുത്ത് ഒബ്സർവ് ചെയ്ത് ഇയാളെ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഇവർക്ക് മനസ്സിലായി എന്നാണ് he is not a German. അങ്ങനെ അയാളെ കൂടെ കൂട്ടാൻ തീരുമാനിക്കുകയാണ്. Then they decide to take me to their headquarters so that I could wash and have a meal. അങ്ങനെ അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് ഇയാളെ കൊണ്ടുപോവാണ്, എന്തിന് കുറച്ച് ഫുഡ് കഴിക്കാനും ഒന്ന് ക്ലീൻ ആവാനൊക്കെ വേണ്ടിയിട്ട്. After 2 weeks well cared for by the military, I walked through the streets of Warsaw without fear, a free man for the first time in almost 6 years. അങ്ങനെ 2 weeks ആ ഒരു മിലിറ്റൻസിൻ്റെ കെയറിൽ നിന്ന് റിക്കവർ ആയതിനു ശേഷം അദ്ദേഹം എന്താണ് ഫ്രീ ആയിട്ട് ആ സ്ട്രീറ്റ്സിലൂടെ നടക്കുകയാണ് വിതൗട്ട് ഫിയർ. ഇപ്പോൾ എന്താണ് ഭയമില്ല, ഒരു ഫ്രീ മാനാണ്. ഒരു സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഏകദേശം 6 വർഷങ്ങൾക്ക് ശേഷം ഒരു ഫ്രീ മാനായിട്ട് അദ്ദേഹം സ്ട്രീറ്റ്സിലൂടെ നടക്കുകയാണ്. I looked over to the north of the city where the ghetto had been, where 500,000 Jews had been murdered. അപ്പോൾ ആ ഒരു സിറ്റിയിലൂടെ പോകുമ്പോൾ അദ്ദേഹം എന്തൊക്കെയാണ് ആ ഒരു ഗീറ്റോ, ആളുകൾ തിങ്ങി കൂടി പാർത്തിരുന്ന് താമസിച്ചിരുന്ന ആ ഒരു പ്ലേസൊക്കെ നോക്കുകയാണ്. അവിടെ മില്യൺസ് ഓഫ് ജ്യൂസിനെ എന്താണ് മർഡർ ചെയ്യപ്പെട്ടു ജർമ്മൻസ്. There was nothing left of it. Tomorrow I must begin a new life with nothing but death behind me. I went on my way. അപ്പോൾ ഇദ്ദേഹം ആ ഒരു സ്ട്രീറ്റ്സ് കണ്ടിട്ട് റിയലൈസ് ചെയ്യണം അവിടെ എങ്ങും ഒന്നുമില്ല, ആളുകളൊന്നും ബാക്കിയില്ല. ഇനി നാളെ എന്താണ് എനിക്കൊരു പുതിയ ലൈഫ് ബിഗിൻ ചെയ്യണം വിത്ത് നത്തിങ് ബട്ട് ഡെത്ത് ബിഹൈൻഡ് മീ. എൻ്റെ പുറകിലുള്ളതാണ് മരണം മാത്രമാണ്, വേറെ അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊന്നുമില്ല എന്നുള്ള റിയലൈസേഷനോടുകൂടി ആൾ ആ ഒരു സ്ട്രീറ്റിലൂടെ വാക്ക് ചെയ്യാണ്. അഡാപ്റ്റഡ് ഫ്രം ദ പിയാനിസ്റ്റ് എന്ന് പറഞ്ഞ സ്റ്റോറിയിൽ നിന്നാണ് ഇത് അഡാപ്റ്റ് ചെയ്തിട്ടുള്ളത്. വിം ഹൗസൻഫീൽഡ്, ദ സോൾജിയർ ഹു സേവ്ഡ് വ്ളാഡിസ്ലോ സ്പിൽസ്മാൻ, ആൾസോ സേവ്ഡ് മെനി അതർ ഇൻഡിവിജ്വൽസ്. അപ്പോൾ അവർ
ഓഫീസറിനെ കുറിച്ചാണ് പറയുന്നത്. ആ ഒരു കോട്ടൊക്കെ നൽകി ഫുഡൊക്കെ നൽകി ഇയാളെ സേവ് ചെയ്യാൻ ശ്രമിച്ച ആ ഒരു ജർമ്മൻ ഓഫീസറുടെ പേരും അദ്ദേഹം ഇതുപോലെ തന്നെ ഒരുപാട് പേരെ സേവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഹി വാസ് ക്യാപ്ചേർഡ് ബൈ ദ റെഡ് ആർമി ടുവേഴ്സ് ദ എൻഡ് ഓഫ് ദ വാർ. വാറിൻ്റെ അവസാനം റെഡ് ആർമി ഇയാളെ ക്യാപ്ചർ ചെയ്തു. ഹി കുഡ് നോട്ട് കോൺടാക്ട് സ്പിൽസ്മാൻ ആൻഡ് ഡൈഡ് ഇൻ സോവിയറ്റ് പ്രിസൺ ഇൻ 1952. പിന്നീട് അവർ തമ്മിൽ കോൺടാക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അതുപോലെ അദ്ദേഹം പ്രിസണിൽ വെച്ചിട്ട് 1952 മരണപ്പെടുകയാണ് ചെയ്തത്. ഈ ഓഥറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലാഡിസ്ലോ സ്പിൽമാൻ. അദ്ദേഹം ഒരു പോളണ്ടുകാരനാണ്. പോളിഷ് നെയിമാണ്, കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണെന്ന് അറിയില്ല. He is a Polish pianist and classical composer. His memoir The Pianist was published in 1946. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പായ ഒരു പിയാനിസ്റ്റിൽ നിന്ന് എടുത്ത കുറച്ച് ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1946. The book was adapted into a film by Roman Polanski in 2002. ഈ ഒരു ബുക്ക് എന്താണ് ഫിലിമായിട്ട് മാറിയിട്ടുണ്ട്. സ്പിൽമാൻ കമ്പോസ്ഡ് ഓഫ് 500 വർക്ക്സ് ഇൻക്ലൂഡിങ് പിയാനോ പീസസ്, സോങ്സ് ആൻഡ് ഫിലിം സ്കോർസ്. അദ്ദേഹത്തിൻ്റെ വർക്കുകളെ കുറിച്ചൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഈ ഒരു സ്റ്റോറിയുടെ സമ്മറിയാണ്, മലയാളം സമ്മറിയാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ സൈഡ് ക്വസ്റ്റ്യൻസും അപ്കമിങ് ആക്ടിവിറ്റീസൊക്കെ ബാക്കി നെക്സ്റ്റ് വീഡിയോസിലായിട്ട് ചെയ്യാം. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. താങ്ക് യു ഓൾ. കീപ് വാച്ചിങ്.